Hi all, welcome to iPlus Training Solution UGC NET Paper 2 Psychology course. UGC NET Psychology syllabusലെ 6th യൂണിറ്റ് ആയ തിങ്കിങ് ഇൻ്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. തിങ്കിങ് ഇൻ്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി സിലബസിലെ ടൈപ്സ് ഓഫ് റീസണിങ് ആൻഡ് ലാംഗ്വേജ് ആൻഡ് തോട്ട് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് റീസണിങ് എന്താണെന്ന് നോക്കാം. റീസണിങ് ഒരു കോഗ്നിറ്റീവ് ആക്ടിവിറ്റിയാണ്. It transforms information in order to reach specific conclusions. It is drawing conclusion from available information. ഒരു സ്പെസിഫിക് കൺക്ലൂഷനിൽ എത്താൻ വേണ്ടി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു കൊഗ്നിറ്റീവ് ആക്ടിവിറ്റിയാണ് റീസണിങ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസിൽ നിന്ന് കൺക്ലൂഷൻസ് ഡ്രോ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റീസണിങ് എന്നും പറയാം. ടൈപ്സ് ഓഫ് റീസണിങ്. റീസണിങ് പല ടൈപ്സായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ടൈപ്പാണ് ഡിഡക്റ്റീവ് റീസണിങ്. ഡിഡക്റ്റീവ് റീസണിങ് ഈസ് ദി പ്രോസസ് ഓഫ് യൂസിങ് ജനറൽ പ്രെമിസസ് ടു ഡ്രോ സ്പെസിഫിക് കൺക്ലൂഷൻസ്. ജനറൽ പ്രെമിസസിൽ നിന്ന് അല്ലെങ്കിൽ ജനറൽ തിയറിയിൽ നിന്നോ പ്രിൻസിപ്പിൾസിൽ നിന്നോ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ഡ്രോ ചെയ്യുന്ന റീസണിങ് പ്രോസസ്സാണ് ഡിഡക്റ്റീവ് റീസണിങ്. ഹിയർ റീസണിങ് ഫ്ലോസ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ദ കൺക്ലൂഷൻ ഈസ് ഗ്യാരണ്ടീഡ് ടു ബി ട്രൂ ഇഫ് ദ പ്രെമിസസ് ആർ ട്രൂ. പ്രെമിസസ് ട്രൂ ആണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന കൺക്ലൂഷനും ട്രൂ ആയിരിക്കും. ഇതാണ് ഡിഡക്റ്റീവ് റീസണിങ്ങിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു സിലോഗിസമാണ് ഓൾ മെൻ ആർ മോർട്ടൽ, സോക്രട്ടീസ് ഇസ് എ മാൻ, ദെർഫോർ സോക്രട്ടീസ് ഇസ് മോർട്ടൽ. ഇത് ഡിഡക്റ്റീവ് റീസണിങ്ങിന് ഒരു എക്സാമ്പിളാണ്. ഇവിടെ ഓൾ മെൻ ആർ മോർട്ടൽ എന്നുള്ളത് ഒരു ജനറൽ പ്രിൻസിപ്പിളാണ് അല്ലെങ്കിൽ ഒരു ജനറൽ പ്രിമിസാണ്. സോക്രട്ടീസ് ഇസ് എ മാൻ, ദെർഫോർ സോക്രട്ടീസ് ഇസ് മോർട്ടൽ. ഇവിടെ സോക്രട്ടീസ് ഇസ് മോർട്ടൽ എന്നുള്ളത് ഒരു സ്പെസിഫിക് കൺക്ലൂഷനാണ്. ഓൾ മെൻ ആർ മോർട്ടൽ എന്നുള്ളതിൽ നിന്ന് ഡ്രോ ചെയ്ത ഒരു സ്പെസിഫിക് കൺക്ലൂഷനാണ് സോക്രട്ടീസ് ഇസ് മോർട്ടൽ എന്നുള്ളത്. സോ ഇത് ഡിഡക്റ്റീവ് റീസണിങ്ങിന് ഒരു എക്സാമ്പിളാണ്. നെക്സ്റ്റ് ടൈപ്പാണ് ഇൻഡക്റ്റീവ് റീസണിങ്. ഇറ്റ് ഡിറൈവ്സ് ജനറൽ പ്രിൻസിപ്പിൾസ് ഫ്രം സ്പെസിഫിക് ഒബ്സർവേഷൻസ്, reasons from some members of a class to form conclusions about all members of a class. ഇത് സ്പെസിഫിക് ഒബ്സർവേഷനിൽ നിന്ന് ജനറൽ പ്രിൻസിപ്പിൾസ് ഡ്രോ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റീസണിങ് ആണ്. ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനെ നമ്മൾ ഒബ്സർവ് ചെയ്ത് ആ ഗ്രൂപ്പിനെ കുറിച്ച് ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ഡ്രോ ചെയ്യുകയാണെങ്കിൽ അത് ഇൻഡക്റ്റീവ് റീസണിങ്ങിന് ഒരു എക്സാമ്പിളാണ്. ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിലുള്ള 1, 2, 3 മെമ്പേഴ്സിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് നമ്മൾ ആ ഗ്രൂപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതാണെന്ന് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു. ഇതാണ് ഇൻഡക്റ്റീവ് റീസണിങ് പറയുന്നത്. സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്സർവേഷനിൽ നിന്ന് ജനറൽ പ്രിൻസിപ്പിൾസിലേക്ക് അല്ലെങ്കിൽ ജനറൽ തിയറിയിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സാണ് ഇൻഡക്റ്റീവ് റീസണിങ്. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ സോക്രട്ടീസ് ഇസ് എ മാൻ, സോക്രട്ടീസ് ഇസ് മോർട്ടൽ, therefore all men are mortal. ഇവിടെ സോക്രട്ടീസ് ഇസ് എ മാൻ എന്നുള്ളത് ഒരു സ്പെസിഫിക് ഒബ്സർവേഷൻ ആണ്. സോക്രട്ടീസ് ഇസ് മോർട്ടൽ, therefore all men are mortal. ഇവിടെ all men are mortal എന്നുള്ളത് സോക്രട്ടീസ് ഇസ് എ മാൻ എന്നുള്ളതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്ത ഒരു ജനറൽ പ്രിൻസിപ്പിളാണ്. അതായത് ഇവിടെ സോക്രട്ടീസ് ഇസ് എ മാൻ എന്നുള്ള സ്പെസിഫിക് ഒബ്സർവേഷനിൽ നിന്ന് ഓൾ മെൻ ആർ മോർട്ടൽ എന്നുള്ള ഒരു ജനറൽ പ്രിൻസിപ്പിളിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള റീസണിങ്ങിനെയാണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. മറ്റൊരു ടൈപ്പ് ഓഫ് റീസണിങ് ആണ് അബ്ഡക്റ്റീവ് റീസണിങ്. ഇറ്റ് ഈസ് മേക്കിംഗ് എ പ്രോബബിൾ കൺക്ലൂഷൻ ഫ്രം വാട്ട് യു നോ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസിൽ നിന്ന് പ്രോബബിൾ ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ഡ്രോ ചെയ്യുന്ന പ്രോസസ്സാണ് അബ്ഡക്റ്റീവ് റീസണിങ്. In abductive reasoning, the major premise is evident, but the minor premise and therefore the conclusion are only probable. ഇവിടെ മേജർ premise എവിഡൻ്റ് ആണ് അല്ലെങ്കിൽ ട്രൂ ആണ്, പക്ഷേ മൈനർ premise പ്രോബബിൾ ആണ്. അതുകൊണ്ട് തന്നെ കൺക്ലൂഷനും പ്രോബബിൾ ആയിരിക്കും. അതായത് മൈനർ premisസും കൺക്ലൂഷനും കംപ്ലീറ്റ്ലി ട്രൂ ആണെന്ന് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, all men are mortal, Socrates is mortal, therefore Socrates is a man. ഇവിടെ ഓൾ മെൻ ആർ മോർട്ടൽ എന്നുള്ളത് ട്രൂ ആയിട്ടുള്ള ഒരു പ്രിമിസാണ്, എവിഡൻ്റ് ആയിട്ടുള്ള ഒരു പ്രിമിസാണ്. സോക്രട്ടീസ് ഈസ് മോർട്ടൽ, therefore സോക്രട്ടീസ് ഈസ് എ മാൻ. ഇവിടെ സോക്രട്ടീസ് ഈസ് മോർട്ടൽ എന്നുള്ളതും സോക്രട്ടീസ് ഈസ് എ മാൻ എന്നുള്ളതും പ്രോബബിൾ ആയിട്ടുള്ള ഒരു പ്രിമിസും കൺക്ലൂഷനുമാണ്. ഇതാണ് അബ്ഡക്റ്റീവ് റീസണിങ്. നെക്സ്റ്റ് പാർട്ടാണ് ലാംഗ്വേജ്. ലാംഗ്വേജ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും.
നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയം ആണ് ലാംഗ്വേജ് എന്ന് പറയാം. നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വേ ആണ് ലാംഗ്വേജ് എന്ന് പറയാം. ലാംഗ്വേജ് റെഫേഴ്സ് ടു എ കോംപ്ലിക്കേറ്റഡ് സെറ്റ് ഓഫ് സിംബൽസ്, സൗണ്ട്സ്, gestures and rules of combining them to communicate one's view to others. Language is expressed through gestures, speech and writing. ലാംഗ്വേജിനെയും തോട്ടിനെയും തമ്മിൽ റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ഉണ്ട്, ഒരുപാട് തിയറീസ് ഉണ്ട്, ഒരുപാട് വ്യൂസ് ഉണ്ട്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് കോഗ്നിറ്റീവ് വ്യൂ ഓഫ് ലാംഗ്വേജ്. This view holds that language is primary and makes thought possible. It is not only help us to understand the thoughts of other people and express our own, but also structures our thoughts in a variety of very complex ways. ഈ വ്യൂ പറയുന്നത് തോട്ടിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് ലാംഗ്വേജ്. അതായത് തോട്ടിനെ പോസിബിൾ ആക്കുന്ന, തോട്ടിനെ സാധ്യമാക്കുന്ന, നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ള എലമെൻ്റ് ആണ് ലാംഗ്വേജ്. ഈ ലാംഗ്വേജ് നമുക്ക് മറ്റുള്ളവരുടെ വ്യൂ മനസ്സിലാക്കാനും നമ്മുടെ വ്യൂ എക്സ്പ്രസ് ചെയ്യാനും മാത്രമല്ല, നമ്മുടെ തോട്ട്സിനെ നമുക്ക് വേണ്ട രീതിയിൽ സ്ട്രക്ചർ ചെയ്യാനും അതിൽ മാറ്റം വരുത്താനും ലാംഗ്വേജ് സഹായിക്കുന്നു എന്നാണ് കോഗ്നിറ്റീവ് വ്യൂ ഓഫ് ലാംഗ്വേജ് പറയുന്നത്. അക്കോർഡിംഗ് ടു കോഗ്നിറ്റീവ് വ്യൂ ഓഫ് ലാംഗ്വേജ്, we see what our language tells us to see and we express our thoughts in ways that are allowed by our language. Language in this sense is constitutive to thought and defines the limits of our thought. ഈ വ്യൂ പറയുന്നത് ലാംഗ്വേജ് ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്, പ്രൈമറി ആയിട്ടുള്ളൊരു കാര്യമാണ്, തിങ്കിങ് പ്രോസസ്സിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു എലമെൻ്റ് ആണ്. കൂടാതെ നമ്മുടെ തോട്ടിനെ ലിമിറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു എലമെൻ്റ് ആണ് ലാംഗ്വേജ്. നമ്മുടെ തോട്ട് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുകയും തോട്ട് പ്രോസസ്സിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന് ലിമിറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത് ലാംഗ്വേജ് ആണെന്നാണ് ഈ തിയറി പറയുന്നത്. നെക്സ്റ്റ് വ്യൂ ആണ് കമ്മ്യൂണിക്കേറ്റീവ് വ്യൂ ഓഫ് ലാംഗ്വേജ്. കമ്മ്യൂണിക്കേറ്റീവ് വ്യൂ ഓഫ് ലാംഗ്വേജ് അനുസരിച്ച് ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയം മാത്രമാണ്. തോട്ടിനെ ലാംഗ്വേജ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിലും തോട്ടിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതോ ലിമിറ്റ് ചെയ്യുന്നതോ ഒന്നും ലാംഗ്വേജ് അല്ല. ലാംഗ്വേജിന് തോട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. തോട്ടിനെ ലിമിറ്റ് ചെയ്യാനോ തോട്ടിനെ ഡിറ്റർമൈൻ ചെയ്യാനോ ഉള്ള കഴിവ് ലാംഗ്വേജിന് ഇല്ല എന്നാണ് ഈ തിയറി പറയുന്നത്. അക്കോർഡിംഗ് ടു കമ്മ്യൂണിക്കേറ്റീവ് വ്യൂ ഓഫ് ലാംഗ്വേജ്, thoughts and ideas exist independent of language. Several artworks, including sculpture, dance, music, painting, etc., involve some of our highest thoughts but may be completely independent of our language. ലാംഗ്വേജ് ഇൻഡിപെൻഡൻ്റ് ആയും തോട്ട് സാധ്യമാണ് എന്നാണ് ഈ തിയറി പറയുന്നത്. ലാംഗ്വേജിൻ്റെ യൂസ് ഇല്ലാതെ, ലാംഗ്വേജിൻ്റെ സഹായമില്ലാതെ തന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയും. അതിനുള്ള എക്സാമ്പിളായിട്ടാണ് ഡാൻസ്, മ്യൂസിക്, സ്കൾപ്ചർ, പെയിൻറ്റിംഗ് ഒക്കെ പറയുന്നത്. തോട്ട് ലാംഗ്വേജിന് ഇൻഡിപെൻഡൻ്റ് ആണ്, ഈവൻ ഇഫ് തോട്ടിനെ ലാംഗ്വേജ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ലാംഗ്വേജ് ആൻഡ് തോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഹൈപ്പോത്തിസിസ് ആണ് സാപ്പർ-വോർഫ് ഹൈപ്പോത്തിസിസ്. ഇത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് എഡ്വേർഡ് സാപ്പർ ആൻഡ് ബെഞ്ചമിൻ ലീ വോർഫ് ആണ്. ദിസ് തിയറി ഡീൽസ് വിത്ത് ടു ആസ്പെക്ട്സ്, നെയിംലി ലിംഗ്വിസ്റ്റിക് റിലേറ്റിവിറ്റി ആൻഡ് ലിംഗ്വിസ്റ്റിക് ഡിറ്റർമിനിസം. രണ്ട് കാര്യങ്ങളാണ് ഈ തിയറി പറയുന്നത്. ഒന്ന് ലിംഗ്വിസ്റ്റിക് റിലേറ്റിവിറ്റി, രണ്ടാമത്തേത് ലിംഗ്വിസ്റ്റിക് ഡിറ്റർമിനിസം. Wolff proposed that the available words of the language influence our thinking. Therefore, people with different languages may think differently. ഓരോ ലാംഗ്വേജും ഡെവലപ്പ് ചെയ്ത് വന്ന സാഹചര്യം ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ സോഷ്യലി കൾച്ചറലി ഒക്കെയുള്ള ആസ്പെക്ട്സ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓരോ ലാംഗ്വേജിനുമുള്ള വൊക്കാബുലറിയും ഫ്രേസസും ഡിഫറെൻ്റ് ആണ്. വോൾഫ് പറയുന്നത് ഓരോ ലാംഗ്വേജിലുള്ള വേർഡ്സ്, വൊക്കാബുലറി നമ്മുടെ തിങ്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഡീൽ ചെയ്യുന്ന ആൾക്കാർ ഡിഫറെൻ്റ് ആയിട്ടാണ് തിങ്ക് ചെയ്യുന്നത്. The principles of linguistic relativity says that different people see the world in different ways. There is thus no natural or absolute way of labeling the world around us. Linguistic relativity states that our language is influenced by the surroundings we live in. നേരത്തെ പറഞ്ഞതുപോലെ ലാംഗ്വേജ് പല കൾച്ചറിലും പല രീതിയിലാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്. ആ കൾച്ചറിൻ്റെയും
ആ സോഷ്യൽ ആസ്പെക്ട്സിൻ്റെയും ഒരുപാട് ഇൻഫ്ലുവൻസ് നമുക്ക് ആ ലാംഗ്വേജിൽ കാണാൻ കഴിയും. ലിംഗ്വിസ്റ്റിക് റിലേറ്റിവിറ്റി എന്നുള്ള പാർട്ട് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് സ്റ്റേറ്റ് ചെയ്യുന്നത് നമ്മുടെ ലാംഗ്വേജ് നമ്മുടെ സറൗണ്ടിങ്സിന് ഡിപ്പെൻഡഡ് ആണെന്നാണ്. നമ്മൾ ഏത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്, ഏത് കൾച്ചറിലാണ് ജീവിക്കുന്നത് എന്നനുസരിച്ച് നമ്മുടെ ലാംഗ്വേജും അതിന് ഡിപ്പെൻഡഡ് ആണ്. സോ നമ്മുടെ തിങ്കിങ്ങും ഈ ലാംഗ്വേജിന് ഡിപ്പെൻഡഡ് ആയതുകൊണ്ട് നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ എൻവയോൺമെൻറ്റിന് ഡിപ്പെൻഡഡ് ആണ് നമ്മുടെ തിങ്കിങ് പ്രോസസ്സും. ഇതാണ് ലിംഗ്വിസ്റ്റിക് റിലേറ്റിവിറ്റി പറയുന്നത്. അതായത് ഓരോ കൾച്ചറിലും ഓരോ സോഷ്യൽ സിറ്റുവേഷനിലും ജീവിക്കുന്ന ആളുകൾ തിങ്ക് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ്. അതിന് കാരണമായിട്ട് പറയുന്നത് ഈ ലാംഗ്വേജിലുള്ള ഡിഫറൻസ് ആണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് ലിംഗ്വിസ്റ്റിക് ഡിറ്റർമിനിസം. ഇറ്റ് സീഡ് ദാറ്റ് the language determines our thought and different languages imposes different conceptions about reality. Linguistic determinism is the idea that language and its structure limit the determine human language or thought. Linguistic determinism പറയുന്നത് നമ്മൾ കോഗ്നിറ്റീവ് വ്യൂവിൽ കണ്ടതുപോലെ ലാംഗ്വേജ് തോട്ടിനെ ലിമിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്, അല്ലെങ്കിൽ ലാംഗ്വേജ് തോട്ടിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടെന്നാണ്. ലാംഗ്വേജ് പ്രൊവൈഡ്സ് ദ ഫ്രെയിം വർക്ക് ഫോർ അവർ തോട്ട്സ് ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു തിങ്ക് ഔട്ട്സൈഡ് ദിസ് ഫ്രെയിം. അതായത് ലാംഗ്വേജ് ഇല്ലാതെ തോട്ട് പോസിബിൾ അല്ല. ലാംഗ്വേജ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഫ്രെയിം വർക്കിനുള്ളിൽ നിന്ന് മാത്രമേ നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. ലാംഗ്വേജിനപ്പുറത്തേക്ക് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് ലിംഗ്വിസ്റ്റിക് ഡിറ്റർമിനിസം പറയുന്നത്. അതായത് നമ്മുടെ ലാംഗ്വേജിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മുടെ തോട്ടിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ലാംഗ്വേജ് ആണ്. ഈ ലാംഗ്വേജ് ആണ് നമ്മുടെ തോട്ടിനൊരു ഫ്രെയിം വർക്ക് തരുന്നത്. ആ ഫ്രെയിം വർക്കിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുക. ലാംഗ്വേജ് ആണ് തോട്ടിനെ കൺട്രോൾ ചെയ്യുന്നതും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും ഇതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതും. ഇതാണ് ലിംഗ്വിസ്റ്റിക് ഡിറ്റർമിനിസം പറയുന്നത്. ലാംഗ്വേജ് ഇൻഡിപെൻഡൻ്റ് ആയി തോട്ട്സ് പോസിബിൾ ആണോ എന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. കൺവെൻഷണൽ അബ്സേർഡിറ്റി എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. ഈ ടേം പറയുന്നത് തോട്ടും ലാംഗ്വേജും സിമിലർ ആണെന്നാണ്. കൺവെൻഷണൽ അബ്സേർഡിറ്റി എന്നാൽ തോട്ടും ലാംഗ്വേജും സിമിലർ ആണെന്നാണ് പറയുന്നത്. സൈക്കോളജിസ്റ്റായ സ്റ്റീവൻ പിങ്കർ ഈ ഐഡിയ ഓപ്പോസ് ചെയ്യുന്നുണ്ട്. അതായത് ലാംഗ്വേജും തോട്ടും സിമിലർ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ലാംഗ്വേജും തോട്ടും പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ലാംഗ്വേജ് തോട്ടിനെയോ തോട്ട് ലാംഗ്വേജിനെയോ കൺട്രോൾ ചെയ്യുന്നില്ല. Pinker points to the common experience when in the process of speaking or writing we have stopped abruptly, realizing that what we have just said or written wasn't really what we meant to say at all. Now, in order to have the feeling that wasn't what I mean to say, there must be a what I mean to say that is different from what we actually said or wrote. നമ്മൾ ഏതെങ്കിലും രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത്, സംസാരിക്കുകയോ എഴുതുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള കറക്റ്റായിട്ടുള്ള ആ ഒരു തോട്ടിനെ നമുക്ക് നമ്മുടെ ആ ഒരു സ്പീക്കിങ്ങിലോ അല്ലെങ്കിൽ റൈറ്റിങ്ങിലോ കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടാവും. ഇതല്ല ഞാൻ വിചാരിച്ചത്, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എനിക്ക് അതുപോലെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അതിനുള്ള ഒരു വേർഡ് എനിക്ക് കിട്ടുന്നില്ല എന്നൊക്കെ എല്ലാവരും ഡെയിലി ലൈഫിൽ പറയുന്ന കാര്യമാണ്. സോ പിങ്കർ പറയുന്നത് തോട്ടും ലാംഗ്വേജും ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ, അതായത് ലാംഗ്വേജ് തോട്ടിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ, കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വേർഡ് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവില്ല എന്നാണ്. ലാംഗ്വേജിനപ്പുറത്തേക്ക് നമ്മുടെ തോട്ട് പോകുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ഫീലിങ്സും നമ്മുടെ ഇമോഷൻസും നമ്മുടെ തോട്ട്സും ഒക്കെ കറക്റ്റായി ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് നമുക്ക് പലപ്പോഴും കിട്ടാതാവുന്നത്. ഇതാണ് പിങ്കർ പറയുന്നത്. അതായത് തോട്ട് എന്ന് പറയുന്നത് ലാംഗ്വേജിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആണ്, ഈവൻ ദോ ലാംഗ്വേജ് ഇൻഫ്ലുവൻസ് തോട്ട്, അല്ലെങ്കിൽ തോട്ട് ലാംഗ്വേജിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, പരസ്പരം തോട്ടും ലാംഗ്വേജും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എങ്കിലും തോട്ടിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ തോട്ടിനെ കൺട്രോൾ ചെയ്യുന്ന, തോട്ടിനൊരു ഫ്രെയിം വർക്ക് കൊടുക്കുന്ന ഒരു എലമെൻ്റ് അല്ല ലാംഗ്വേജ്. ഇതാണ് പിങ്കർ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. തോട്ട് ലാംഗ്വേജിന് ഇൻഡിപെൻഡൻ്റ് അല്ലായിരുന്നെങ്കിൽ, അതായത് ലാംഗ്വേജ് ആണ് തോട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ നമുക്ക് ട്രാൻസ്ലേഷൻസ് ഒന്നും ഒരിക്കലും നടക്കില്ലായിരുന്നു. ഓരോ ഭാഷയിലും ഓരോ തരത്തിലുള്ള വൊക്കാബുലറിയാണ്,
ഒരു ഭാഷയിലുള്ള ഒരു വേർഡ് അതേ അർത്ഥത്തിൽ മറ്റൊരു ഭാഷയിൽ ഉണ്ടാകണമെന്നില്ല. സോ തോട്ടും ലാംഗ്വേജും ഡിപ്പെൻഡഡ് ആണെങ്കിൽ നമുക്കൊരിക്കലും ട്രാൻസ്ലേഷൻസ് പോസിബിൾ ആയിരിക്കില്ല. അതുപോലെ നമുക്ക് പുതിയ വേർഡ്സ് ഉണ്ടാക്കാനും സാധ്യമായിരിക്കില്ല. കാരണം ലാംഗ്വേജ് ആണ് തോട്ടിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതെങ്കിൽ ആ ലാംഗ്വേജിന് അപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പുതിയ വേർഡ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ലാംഗ്വേജ് ഇവോൾവ് ആയി വരിക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിരിക്കും. അതുകൊണ്ട് പിങ്കർ പറയുന്നത് തോട്ടും ലാംഗ്വേജും ഇൻഡിപെൻഡൻ്റ് ആണ്, രണ്ടും രണ്ട് പ്രോസസ്സാണ്, പക്ഷെ അത് പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് തോട്ടും ലാംഗ്വേജും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ പറയുന്നത്. താങ്ക് യു.